നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷിക്കാഗോ സെന്റ് മേരീസ് ഇടവകയിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ ദർശന ഭക്തി നിർഭരമായി ആഘോഷിച്ചു. യുഎഇയിൽ കെട്ടിട വാടക കുത്തനെ കൂട്ടി, പെരുവഴിയിൽ പ്രവാസികൾ 30% വരെ വർധന. കേന്ദ്ര ടൂറിസം മന്ത്രിയും ഒമാൻ സംഘവും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കുവൈത്തിൽ ഗാർഹിക മേഖലയിലെ 30,000 ജീവനക്കാർ വിസ മാറ്റത്തിന്. ഉല്ലാസപ്പാച്ചിലിന് ബൈ. യുഎഇയിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നാളെ സ്കൂളിലേക്ക്. യുഎഇയിലും സൂപ്പർ സ്റ്റാർ സുഹൈലെത്തി. കനത്ത ചൂട് അവസാനിക്കുന്നു. 8ാമത് ദുബായ് ഇന്റർനാഷണൽ പാരഷൂട്ട് ചാമ്പ്യൻഷിപ്പ് നവംബർ 28 മുതൽ. ഷിക്കാഗോ സെന്റ് മേരീസ് ഇടവകയിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ ദർശന ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ഷിക്കാഗോ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ ദർശന തിരുനാൾ 9 ദിവസങ്ങൾ നീണ്ടുനിന്ന ഭക്തി നിർഭരമായ പരിപാടികളോടെ സമാപിച്ചു. കോട്ടയം കല്ലിശ്ശേരി ഇടവക വികാരി റവറൽ ഫാദർ റെന്നി കട്ടേൽ അർപ്പിച്ച ഭക്തി നിർഭരമായ വിശുദ്ധ കുർബാനയോടെയാണ് തിരുനാൾ കർമ്മങ്ങൾ ആരംഭിച്ചത്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തപ്പെട്ട നൊവേനയ്ക്കും ലതീന്യനും പ്രദക്ഷിണത്തിനും ശേഷം ഇടവക വികാരി റവറൽ ഫാദർ സിജു മുടക്കോടിൽ തിരുനാൾ പതാക ഉയർത്തിക്കൊണ്ട് തിരുനാളിന് ഔദ്യോഗികമായ തുടക്കം കുറിച്ചു. കൊടിയേറ്റിനു ശേഷം തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന സെന്റ് ജൂഡ് കൂടാരയോഗത്തിലെ വനിതകൾ അവതരിപ്പിച്ച ക്രിസ്ത്യൻ തിരുവാതിര ഏറെ ശ്രദ്ധ നേടി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ഷിക്കാഗോ. യുഎഇയിൽ കെട്ടിട വാടക കുത്തനെ കൂട്ടി, പെരുവഴിയിൽ പ്രവാസികൾ 30% വരെ വർധന. യുഎഇയിൽ കെട്ടിട വാടക വർധനയിൽ നട്ടം തിരിഞ്ഞ പ്രവാസികൾ. വിവിധ ഏരിയകളിലായി 5 മുതൽ 30% വരെ വാടക വർദ്ധിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി കുടുംബങ്ങൾ. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ വിപണി വിലയുടെ നിശ്ചിത ശതമാനം വാടക വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയതോടെ കെട്ടിട ഉടമകൾ വാടക കൂട്ടി. ചിലർ ഉടൻ വർദ്ധിപ്പിച്ചപ്പോൾ മറ്റു ചിലർ വാടക കരാർ പുതുക്കുന്നതോടെ വർധന നടപ്പിലാക്കുമെന്ന് താമസക്കാർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. കേന്ദ്ര ടൂറിസം മന്ത്രിയും ഒമാൻ സംഘവും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അസാൻ ഖാസിം മുഹമ്മദ് അൽ ബുസൈദിയും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ നഗരങ്ങളിൽ നടന്നുവരുന്ന ഒമാൻ വിനോദസഞ്ചാര പ്രചരണ ക്യാമ്പയിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ എത്തിയതായിരുന്നു ഒമാൻ സംഘം. കേന്ദ്ര ടൂറിസം മന്ത്രാലയം ഉന്നതതല പ്രതിനിധികളും സന്നിഹിതരായിരുന്നു. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ ടൂറിസം സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെ ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കറ്റ്. കുവൈത്തിൽ ഗാർഹിക മേഖലയിലെ 30,000 ജീവനക്കാർ വിസ മാറ്റത്തിന്. ഗാർഹിക മേഖലയിൽ ജോലി ചെയ്യുന്ന 30,000 പേർ മറ്റു സ്വകാര്യ മേഖലയിലേക്ക് വിസ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചതായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. തൊഴിൽ വിപണിയിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ ഇത് ഗുണകരമാകുന്നതിനൊപ്പം ജീവനക്കാരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താനും ഉപകരിക്കും. വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ കുവൈറ്റ് 80,000 പേരെ നാടുകടത്തിയതുമൂലം രാജ്യത്ത് തൊഴിലാളി ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. വിസ മാറ്റത്തിന് അപേക്ഷിക്കാൻ സെപ്റ്റംബർ 12 വരെ സാവകാശമുള്ളതിനാൽ കൂടുതൽ പേർ രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ 6 മാസത്തിനിടെ 70,000 സന്ദർശക വിസകൾ അനുവദിച്ചു. കുടുംബങ്ങളുടെ പുനഃസമാഗമത്തിനാണ് മുൻഗണന നൽകിയതെന്നും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈറ്റ്. ഉല്ലാസപ്പാച്ചിലിന് ബൈ. യുഎഇയിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നാളെ സ്കൂളിലേക്ക്. യുഎഇയിൽ അവധിക്കാലത്തിന് വിട. മധ്യവേനൽ അവധിക്കു ശേഷം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നാളെ സ്കൂളിലേക്ക്. അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ സജ്ജമായി സ്കൂളുകൾ. ക്ലാസുകൾ അലങ്കരിച്ചും ചോക്ലേറ്റും ബലൂണും നൽകിയും കുട്ടിപ്പട്ടാളത്തെ സ്വീകരിക്കും. പ്രാദേശിക വിദേശ സിലബസ് സ്കൂളുകളാണ് പുതിയ അധ്യയനത്തിലേക്ക് വാതിൽ തുറക്കുന്നത്. ഇന്ത്യൻ സിലബസ് സ്കൂളുകളിലെ അധ്യയനം ഏപ്രിലിൽ ആരംഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. യുഎഇയിലും സൂപ്പർ സ്റ്റാർ സുഹൈലെത്തി. കനത്ത ചൂട് അവസാനിക്കുന്നു. കഠിനമായ ചൂട് അവസാനിക്കുന്നെന്ന സൂചന നൽകി ഒടുവിൽ യുഎഇയിലും സൂപ്പർ സ്റ്റാർ സുഹൈലെത്തി. ഇന്നലെ പുലർച്ചെ 5:20 അല്ലൈനിൽ നിന്നാണ് യുഎഇ ആകാശത്ത് സുഹൈൽ താരത്തെ കണ്ടത്. സുഹൈലിന്റെ ഉദയത്തിനു ശേഷം ഏകദേശം 100 ദിവസങ്ങൾക്കു ശേഷമാണ് തണുപ്പുകാലം ആരംഭിക്കുക. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്.
8ാമത് ദുബായ് ഇന്റർനാഷണൽ പാരഷൂട്ട് ചാമ്പ്യൻഷിപ്പ് നവംബർ 28 മുതൽ. 8ാമത് ദുബായ് ഇന്റർനാഷണൽ പാരഷൂട്ട് ചാമ്പ്യൻഷിപ്പ് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രക്ഷാകർതൃത്വത്തിൽ നടക്കുമെന്ന് എമിറേറ്റ്സ് എയറോസ്പോർട്ട് ഫെഡറേഷൻ അറിയിച്ചു. നവംബർ 28 മുതൽ ഡിസംബർ 5 വരെ സ്കൈ ഡൈവ് ദുബായിലാണ് പരിപാടി. കായിക രംഗത്തെ മികവ് ഉയർത്തിക്കാട്ടുന്ന ഒട്ടേറെ പരിപാടികൾ അരങ്ങേറും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.